ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കുറച്ച്, അല്ലെങ്കിൽ അതിനെങ്ങനെ അതുമായിട്ട് യൂസ്ഡ് ആകണമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. പെട്ടെന്ന് അതിനെ അക്സെപ്റ്റ്, അല്ലെങ്കിൽ ഫെയിലിയർ ഇതോടെ എൻ്റെ എല്ലാം പോയി എന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ടാവും. അതിനെ എങ്ങനെയായിരിക്കും? ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മുമ്പ് ഒരു വാക്ക് ഉപയോഗിച്ചത്. ഒരു കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ട, കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എന്നല്ല, ടഫായിട്ടുള്ള ഏത് കോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ മെൻ്റലി സ്ട്രോങ് ആവുമ്പോൾ ആവണമെന്ന് പറയുമ്പോഴത്തേക്കും അതിനെ കണക്ട് ചെയ്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് 1-2 അറ്റംപ്റ്റിൽ പരാജയം ഫേസ് ചെയ്തെന്ന് വിചാരിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഫ്യൂച്ചറിനെ, ഇനിയുള്ള അറ്റംപ്റ്റിനെ അഫക്റ്റ് ചെയ്യരുത്. നമുക്ക് കഴിഞ്ഞു പോയ സംഭവത്തിന് നമുക്കിനി മാറ്റാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. സംഭവിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ വേറൊരു പ്രശ്നം കുട്ടികൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നത് അവരുടെ പിയേഴ്സുമായിട്ടുള്ള കമ്പാരിസണാണ്. അപ്പം നമ്മുടെ ബാച്ചിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ഒരാൾ പാസ്സായിട്ടുണ്ട്, കുറച്ച് പേര് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുണ്ടാവാം. നീ ചിലപ്പോൾ, ഈ കുട്ടി ചിലപ്പോൾ 3-ാമത്തെ 4-ാമത്തെ അറ്റംപ്റ്റ് ആയിരിക്കാം. അപ്പോൾ അത് നമ്മളെ തളർത്താൻ പാടില്ല. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരുപോലെ അല്ല. ചിലർക്ക് മെമ്മറി കൂടുതലായിരിക്കും, ചിലർക്ക് ഈ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും, മറ്റു ചിലർക്ക് കുറച്ച് ബ്രില്യൻസ് കൂടുതലായിരിക്കാം. നമ്മുടെ എല്ലാം കഴിവ് ഡിഫറൻ്റ് ആണ്. പക്ഷേ ഈ ഒരു അക്കാഡമിക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമയം വരും.